ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ ദേവു സൈക്കിളൊക്കെ ഒരു സൈഡിൽ നിർത്തിയിട്ട് പൂക്കോട്ടേക്കായിട്ട് ശ്രീകാന്തിൻ്റെ കൂടെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ദേവു ചോദിക്കുന്നുണ്ട് ശ്രീകാന്തിനോട്, നീ ആ വർഷയോട് നിന്റെ ഇഷ്ടം പറഞ്ഞോ എന്നൊക്കെ അറിയുമ്പോൾ ശ്രീകാന്ത് പറയും, ഇല്ല പറഞ്ഞിട്ടില്ല, പറയാൻ സമയമാവട്ടെ, പിന്നെ എൻ്റെ അച്ഛനും അവളുടെ അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ദേവിനെ നോക്കിയിട്ട് ചോദിക്കും, നീ ഏഴത്തിയോട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ദേവ് പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. നീ എന്നാ പറയേ വർഷോട് പറയും. അത് ഞാൻ വർഷോട് പറഞ്ഞിട്ട് നിന്നോട് പറയാൻ അറിയും. അപ്പോൾ ദേവ് ചോദിക്കും, എന്ത്, എന്നോടും നിനക്ക് ലവ് ഉണ്ടോ ചോദിക്കും. അതല്ല, അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഞാൻ നിന്നോട് പറയാമെന്ന് പറയും. ഇപ്പം നീ വണ്ടി കയറി, എന്നിട്ട് എങ്ങോട്ടാ പോകേണ്ടതെന്ന് പറയാൻ പറയും. അപ്പം ദേവ് പറയും, നീ നേരെ വണ്ടി വിട്ടോ, എവിടെ നിർത്തേണ്ടത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും പോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പോകുന്ന വഴിക്കാണ് ബാമ ആരെ കാണുന്നത്, ഇവരേനെ. ബാമ നടന്നു വരികയാണ്. അപ്പോൾ ബാമ ഇവരേനെ ശ്രീകാന്തിനെയും ദേവുവിനെയും കൂടി കാണുകയാണ്. അവരുടെ മുന്നിൽ കൂടെയാണ് പോകും. അപ്പോൾ ഇവളെന്താ ഇവൻ്റെ കൂടെ തന്നെ ആലോചിക്കുമ്പോൾ, ഇതിപ്പോൾ ചന്ദ്ര പേടിച്ച പോലെ തന്നെ നടക്കുകയാണല്ലോ, ഇത് ചന്ദ്ര ഇപ്പം തന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ വിളിക്കുകയാണ്. എന്നിട്ട് ബാമ്മ വിളിക്കുമ്പോൾ ചന്ദ്ര ഫോൺ എടുക്കില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചന്ദ്ര എടുത്തിട്ട് പറയും, എന്തൊക്കെയുണ്ട് ബാമ്മ, നീ എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത്, ഇവിടെ എന്തൊക്കെ നടക്കുന്നത് നീ അറിയുന്നുണ്ടോ? അപ്പോൾ ബാമ്മ പറയും, വീട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ അറിയണില്ല, അതവിടെ നിൽക്കട്ടെ, വീടിൻ്റെ പുറത്ത് നടക്കുന്നത് എന്താണെന്ന് നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ഇപ്പം എന്ത് പുറത്ത് നടക്കുന്നത് എന്നുള്ളത് അങ്ങനെ ആലോചിക്കുകയാണ്. നിന്റെ മകൻ എന്താ കാണിക്കുന്നത് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, ആര്, സുധിയോ? സുധി എന്ത് ചെയ്യാനാ, അവൻ പാവല്ലടി എന്ന് പറയും. പിന്നെ ആരുടെ ഭാര്യ എന്ന് പറയുന്നത്, സച്ചിയാണോ? സച്ചിയാവും, അതിനവന് ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടില്ലല്ലോ എന്ന് പറയും. ആ ബാമ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. ഇവിടെ സച്ചി ആ പൂക്കാരി പെണ്ണും കൂടി രണ്ടും രണ്ട് വഴിക്കാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അത് നടക്കുന്നുമില്ല എന്നൊക്കെ ചന്ദ്രമതി പറയാണ്. അപ്പോൾ രേവതി പറയാണ്, നിന്റെ മകനാരാ, മന്മഥനോ? നിന്റെ ഇളയ മകൻ ശ്രീകാന്ത്, നേരത്തെ ഞാൻ അവൻ്റെ ബാക്കിൽ ഒരു പെണ്ണ് കയറിയിരുന്ന് പോകുന്നു, അവരിയ്ക്കുന്ന ഇരുത്തം കണ്ട ഒട്ടി ഇഴുകി ചേർന്നിട്ടൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രക്കത് കുഴപ്പമില്ല, ചന്ദ്ര എങ്ങനെ പെണ്ണിനെ കണ്ട കോടീശ്വരിയാണെന്ന് തോന്നുന്നുണ്ടോ, നല്ല പണക്കാരിയാണോ അങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ബാമ അറിയുന്നുണ്ട്, അവളുടെ നെറ്റിയിൽ അവളുടെ ബാങ്ക് ബാലൻസ് ഒന്നും എഴുതി ഒട്ടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോകുന്നു. അപ്പോഴും ചന്ദ്ര ചോദിക്കുന്നത് കോടീശ്വരിയാണോ എന്നുള്ളതാണ്. ഞാൻ പറയുന്നതൊന്നും നീ മുഴുവനായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് പറയും. അവൾ ആരാധിച്ചിട്ടാ, നിന്റെ മരുമകൾ രേവതിയുടെ അനിയത്തിയാണെന്ന് പറയും. ഇപ്പം അവൾക്ക് കൂട്ടായിട്ട് അടുത്തൊരു പുതിയൊരു പൂക്കാരിയും കൂടി നിന്റെ വീട്ടിലേക്ക് വരാനുള്ള ചാൻസ് ആണ് കാണുന്നത് എന്ന് പറയും. അപ്പം ചന്ദ്രൻ ഞെട്ടും. ഇവളെന്തിനാ ഇപ്പോഴും എൻ്റെ മോൻ്റെ പിന്നാലെ നടക്കുന്നത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ എന്തായാലും അവനെ ഇങ്ങോട്ട് വരട്ടെ, അവനോട് ഞാൻ ചോദിച്ചിട്ടുള്ളൂ, ഇന്ന് അവളുടെ കൂടെയുള്ള കറക്റ്റാന്ന് നടത്തും, അവരുടെ ബന്ധം ഞാൻ ഇന്ന് അവസാനിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ മാമ അറിയും, നീ ഒന്നും ചോദിക്കാൻ വേണ്ട, നമ്മൾ ചോദിച്ചതിന് ഓപ്പോസിറ്റേ ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുള്ളൂ, നീ ഒന്നും ചോദിക്കേണ്ട, അവനെ പിടിച്ചൊരു കല്യാണം കഴിപ്പിക്കാൻ നോക്കുകയെന്ന് പറയും. ഒരു കോടീശ്വരി ആയിക്കോട്ടെ, കോടീശ്വരി ആയിട്ടുള്ളൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക പറയുമ്പോൾ ചന്ദ്ര പറയും, ഞാനിപ്പോൾ എവിടേക്ക് കോടീശ്വരിക്ക് പോവുക, എൻ്റെ മലേഷ്യക്കാരി മരുമകളെ കണ്ടുപിടിച്ചത് നീയല്ലേ, അതുപോലെ നീ തന്നെ കണ്ടുപിടിച്ചതായ എനിക്ക് ഒരു കോടീശ്വരിയായിട്ട് മരുമകളെ എന്ന് പറയുമ്പോൾ ബാമ അറിയും, ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുമ്പോൾ പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി ഇങ്ങനെ എന്തോ ആലോചിച്ച് ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. എന്തൊക്കെ ശ്രുതി ഇവിടെ നടക്കുന്നത്, ശ്രുതി വന്നു അപ്പോഴേക്കും. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ്, എന്തൊക്കെ ശ്രുതി ഇവിടെ നടക്കുന്നത്, എന്നും ഇവിടെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ എല്ലാവരും കൂടി പറയുന്നത്. അപ്പോൾ ശ്രുതി പറയും, നീ അതൊക്കെ വിട്, ക്ഷമ ചോദിച്ചുകൊണ്ട് ആ പ്രശ്നം തീർന്നല്ലോ എന്ന്. ആൻറ്റി ശ്രുതിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പൈസ വന്നു അല്ലേ, അതെന്താ ശ്രുതി എന്നോട് പറയാഞ്ഞത്? അത് ഞാൻ മറന്നുപോയതാണ് ശ്രുതി, വേറെ ടെൻഷനിലായതുകൊണ്ട് ഞാൻ മറന്നുപോയതാണ്. ശരി, ശ്രുതി മറന്നു, ആൻറ്റി എങ്ങനെ അത് മറന്നു? ഇത്രയും വലിയൊരു എമൗണ്ട് ശ്രുതിക്ക് തന്നു വെച്ചാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ആൻറ്റിക്ക് അത് ഓർമ്മ ഉണ്ടാവില്ലേ? ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് അത് ഇത്രയും വഷളാക്കി കഴിഞ്ഞിട്ടാണോ ആൻറ്റിക്ക് അതിനെക്കുറിച്ചുള്ള ഓർമ്മ വന്നത്? അപ്പോൾ ആൻറ്റി ചന്ദ്രനെ കുറിച്ച് പറയുന്ന സമയത്താണ് ചന്ദ്രയുടെ റൂമിൻ്റെ അവിടെ എത്തുക. അപ്പോൾ ചന്ദ്ര ഇത് കേട്ടിട്ട് ചന്ദ്ര അവിടെ നിൽക്കുകയാണ്. അത് അമ്മ പല പല ചിന്തകൾക്കിടയിൽ വിട്ടുപോയതായിരിക്കും, മറന്നുപോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രുതി തടി തപ്പാൻ നോക്കുമ്പോൾ ശ്രുതി പറയുന്നത്, അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണ്.
ഇനി അന്ന് പോലീസിനെ വിളിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ആൻറ്റിക്ക് നിനക്ക് പൈസ, ശ്രുതിക്ക് പൈസ തന്നത് ഓർമ്മയില്ലാന്ന് എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി കള്ളനാവില്ലേ അവിടെ? അപ്പോൾ ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് പറയണം, നീ എന്താണ് സച്ചി പറയുന്ന പോലെ ഞാനാണ് ആ പൈസ എടുത്തത് മോഷ്ടിച്ചതെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കൈ വിടിയിപ്പിച്ചിട്ട് ശ്രുതി പറയാണ്, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷെ അത്രയും നേരം നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിനെക്കുറിച്ച് ഒരു ഓർമ്മയില്ല എന്ന് പറയുന്നതിൽ എന്തോ പന്തികേട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ശ്രുതി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും അത് മറന്നിട്ട് ആൻറ്റിക്ക് അത് ഓർമ്മയും വന്നില്ലെങ്കിൽ അത് ശ്രുതിയുടെ പേരിലല്ലേ വരിക? ശ്രുതി നീ ഒന്ന് നിർത്ത്, രണ്ടുപേരും മറന്നുപോയി, ഇനിയിപ്പോൾ അതിനെന്താ ചെയ്യുക, നീ വിട് എന്ന് പറയാണ്. എനിക്ക് പറ്റുന്നില്ല ശ്രുതി അതങ്ങനെ വിടാൻ, ഇങ്ങനെ രണ്ടുപേരും മറന്നിട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. രേവതിയുടെ അനിയൻ്റെ മേലിൽ നമ്മൾ കുറ്റം ചാർത്ത് വരെ ചെയ്തു, എന്നിട്ടും ആരും ഒന്നും പറയുകയൊന്നും ചെയ്തില്ല. അത്ര നേരം നിങ്ങളത് മറന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആൻറ്റി ഇതൊക്കെ ശരിയാവുക? ആൻറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല, ഞാനതപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്തായിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി കുറേ ആലോചിച്ച് നിന്നിട്ട് സച്ചി എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയും, ഇങ്ങനെ ഹണിമൂണിന് പോവല്ലേ, അപ്പോൾ അച്ഛൻ ഇതിന് മുന്നേ ഹണിമൂണിന് പോയിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഹണിമൂണിന് പോവല്ലേ, അപ്പം ഞങ്ങൾക്കും പോകണമെന്ന് പറയുമ്പോൾ ചന്ദ്രമതി ഒരു നിങ്ങൾ പോയിക്കോ, ഇവിടെ എവിടെയെങ്കിലുള്ള പാർക്കിലോ ബീച്ചിലോ പോയിട്ട് വല്ല കപ്പലണ്ടി വാങ്ങിക്കഴിച്ചോ, എന്നിട്ട് പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളും പോയിക്കോന്ന് പറഞ്ഞിട്ട് ചന്ദ്ര കുറേ കളിയാക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, ഞങ്ങൾക്ക് ആൻഡമാൻ പോകണമെന്ന് പറയും. അപ്പോൾ ആൻഡമാനോ, നിങ്ങളെപ്പോലുള്ളവർക്കൊന്ന് ആൻഡമാൻ ഒരു സ്റ്റാൻഡേർഡുള്ള സ്ഥലമല്ല, നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല എന്നൊക്കെ പറയും. അതിന് ഇംഗ്ലീഷൊക്കെ അറിയണം, ഇതൊന്നും അറിയാതെ നീ എന്താ അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പോൾ സച്ചി പറയും, നമുക്ക് എല്ലാവർക്കും കൂടിയുള്ള ആൻഡമാനിക്ക് പോകാനുള്ള ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം, അതില്ലെങ്കിൽ ഇവിടുന്ന് ആരും പോകില്ല, എന്തായാലും അച്ഛൻ്റെ കാശ് കൊണ്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് എല്ലാവർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ശ്രുതി, ഞാനോ, അതൊന്നും പറ്റില്ല പറയും. അതൊക്കെ പറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ ആരും പോകണ്ടെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, ഇതിപ്പോൾ അച്ഛൻ്റെ കാശ് കൊണ്ട് ഞങ്ങൾ പോകുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നമുള്ളത്, ആ കാശ് ഞങ്ങൾ തിരിച്ചു തരാമെന്ന് പറയും. ശ്രുതിക്ക് ഈ മാസം 10ാം തീയതി സാലറി കിട്ടും, അപ്പോൾ ഞങ്ങൾ ആ പൈസ തിരിച്ചു തരാം പോരെ എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, അതിന് മുന്നേ സാലറി കിട്ടിയാലല്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ അവസാനിക്കും. താങ്ക് യു.